കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാധികാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഈശോ മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികളൊക്കെ പരീക്ഷ എഴുതുന്ന കാലഘട്ടമാണല്ലോ. പരീക്ഷാ ഭയം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പരീക്ഷ എഴുതുന്ന കാലഘട്ടങ്ങളിൽ നാം നേരിട്ടിട്ടുള്ളതാണ്. നാം കടന്നു വന്നതായ ആ പരീക്ഷാ ഭയവും പഠിച്ചതൊക്കെ മറന്നുപോയോ എന്ന് ചിന്തിച്ചു പോകുന്നതായ ആ സാഹചര്യവുമെല്ലാം ഇത് നമ്മുടെ കുട്ടികൾ നേരിടുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കിയ ചില കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളോട് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഇപ്രകാരം ഒരു സന്ദേശവുമായിട്ട് വന്നിരിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം പറയുകയാണ്, കർത്താവിൻ്റെ ഭക്തൻ ഇത് ചെയ്യും, കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവന് ജ്ഞാനം ലഭിക്കും. അതായത് പഠനത്തിൽ നമുക്ക് അറിവ് ലഭിക്കണമെങ്കിൽ, ജ്ഞാനവും പരിജ്ഞാനവും ലഭിക്കണമെങ്കിൽ നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി നാം കാത്തുസൂക്ഷിക്കേണ്ട, ഒരു നിധി പോലെ കാത്തുസൂക്ഷിക്കേണ്ട ഒന്നാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ. ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയ വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് നൽകിയ പ്രമാണങ്ങൾ, കൽപ്പനകൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ, അതിന് എത്രത്തോളം 1-ാം സ്ഥാനം നൽകുന്നുവോ, എത്രത്തോളം വചനം പാലിക്കാനായി പരിശ്രമിക്കുന്നുവോ, അതിനനുസരിച്ചാണല്ലോ ദൈവത്തിൻ്റെ കൃപ അവനിലേക്ക് അവളിലേക്ക് ഒഴുകി വരിക. നാം ഓരോരുത്തരിലേക്കും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നില്ല എങ്കിൽ നാം പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, നമ്മുടെ ഓർമ്മയിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട്, ആവശ്യം വരുന്ന സമയങ്ങളിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നു. കാരണം കൽപ്പന ലംഘനം പാപമാണല്ലോ. നാം ഓരോരുത്തരും ദൈവം പറഞ്ഞ വചനം അനുസരിക്കാതെ പോകുമ്പോൾ, നാം ഓരോരുത്തരും പാപത്തിലായി തീരുമ്പോൾ, പ്രലോഭകനാകുന്ന പിശാച്, നമ്മുടെ പരാജയം കാണണമെന്ന് ആഗ്രഹിക്കുന്ന പിശാച് നമ്മുടെ പഠനത്തിൽ നിന്നും ഏകാഗ്രത നഷ്ടപ്പെടുത്തി ഓർമ്മശക്തിയെ നശിപ്പിച്ച് പല വിചാരങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് പഠിച്ചതും ഓർമ്മയിൽ സൂക്ഷിച്ചതുമായ കാര്യങ്ങളെ നമ്മിൽ നിന്ന് തക്ക സമയത്ത് പരീക്ഷാ പേപ്പറിലേക്ക് പകർത്താൻ സാധിക്കാത്ത രീതിയിൽ ആദി, ഉത്കണ്ഠ, ഭയം, നിരാശ തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളാൽ നമ്മെ അസ്വസ്ഥപ്പെടുത്താൻ അവൻ തയ്യാറാകും. നമ്മിൽ പാപമില്ല എങ്കിൽ പിശാചിന്, അല്ലെങ്കിൽ ഭയത്തിന്, അല്ലെങ്കിൽ ഉത്കണ്ഠയ്ക്ക്, ആകുലതയ്ക്ക്, സംശയത്തിന് നമ്മെ കീഴടക്കാനായിട്ട് സാധിക്കുകയില്ല. ഇത്തരം നെഗറ്റീവ് വികാരങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വരുത്തുന്ന മാറ്റങ്ങൾ ശാസ്ത്രമെന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. പലവിധമായ ഹോർമോണുകളും നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുകയും അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നു, നമ്മുടെ തലച്ചോറിൽ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു, പഠിക്കാനുള്ള ഏകാഗ്രത നഷ്ടപ്പെടുന്നു. പലവിധമായ അസ്വസ്ഥതകൾ നമ്മുടെ മനസ്സിൽ കടന്നു വന്ന് നാം പഠിച്ച കാര്യങ്ങളൊക്കെയും എഴുതാൻ തക്കവണ്ണം കഴിവില്ലാത്തവരായി മാറുന്നു. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, പഠനത്തിൽ നമുക്ക് ഏറ്റവും നല്ല പങ്കാളി ദൈവമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിത്യസഹായകനെന്നാണല്ലോ തമ്പുരാൻ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം പാലിക്കുന്ന ഏവനിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സജീവമായി സഹായിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ദൈവവചനം നാം പാലിക്കാതെ പോകുമ്പോൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദുഃഖിതനായി നമ്മെ സഹായിക്കാൻ കഴിയാത്ത രീതിയിൽ വേദനിക്കുകയാണ്. യിരെമ്യായുടെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നാം ദൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ നമ്മുടെ അനുസരണക്കേടിനെ ചൊല്ലി ദൈവത്തിൻ്റെ ആത്മാവ് രഹസ്യത്തിൽ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കുമെന്ന്. പ്രിയ കുഞ്ഞുങ്ങളെ, പഠിക്കാൻ സാധിക്കാതെ നാം ഓരോരുത്തരും വേദനിക്കുകയും കണ്ണുനീർ ഒഴുക്കുകയും ചെയ്യുമ്പോൾ നാം പാപാവസ്ഥയിൽ ആയിത്തീർന്നത് മുഖേന, പരിശുദ്ധാത്മാവിന് നമ്മെ പഠനത്തിൽ സഹായിക്കാൻ സാധിക്കാത്തത് മുഖേന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ ഓർത്ത് കണ്ണുനീർ ധാരധാരയായി ഒഴുക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി നാം അനുരഞ്ജനപ്പെടുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ
നാം ദൈവകൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രമാണങ്ങളെയും ഈ ലോകത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെയും ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളെയും നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ചിന്തിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനെതിരായിട്ട് നമ്മിൽ തന്നെ രൂപപ്പെടുത്തിയ ദൈവനിഷേധമെന്ന ആ വലിയ തിന്മയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നാം ഏറ്റുപറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വീണ്ടും സഹായകനായി ശക്തിയോടുകൂടി നമ്മെ സഹായിക്കാൻ സജ്ജമാവുകയാണ്. പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ തിരുവചനത്തിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്, ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. അതെ, ജ്ഞാനം, അറിവ്, പരിജ്ഞാനം നമ്മൾ പഠിക്കുന്നതാകട്ടെ, ദൈവം വെളിപ്പെടുത്തി തരുന്നതാകട്ടെ, ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ, വചനത്തെ, കൽപ്പനകളെ പാലിക്കണം. നമ്മൾ പുസ്തകത്തിൽ നിന്ന് സമ്പാദിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമ്പോഴാണ് പരീക്ഷാ പേപ്പറിലേക്ക് നമ്മുടേതായ നല്ല ആശയത്തിലും നല്ല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം പകർത്താനായിട്ട് സാധിക്കുക. അതായത് പരീക്ഷാ ഭയം കൂടാതെ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കണമെങ്കിൽ കർത്താവിനോടുള്ള ഭക്തി നമുക്ക് അനിവാര്യമാണ്. ആ പ്രഭാഷകൻ 1:27 പറയുകയാണ്, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു, അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള വിശ്വസ്തത, അതായത് നാം ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാനായി സമയം കണ്ടെത്തുക. നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൈവത്തോടാണ് പ്രാർത്ഥിക്കാനുള്ളത്. ദൈവമേ, എന്നെ പഠിക്കാൻ സഹായിക്കണമേ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളും പാപങ്ങളും പാപാവസ്ഥകളുമെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സഹായം തേടുന്ന ഒരു ചിട്ടയായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതി നമുക്ക് ഉണ്ടെങ്കിൽ അത് ദൈവത്തോടുള്ള ഒരു വിശ്വസ്തതയായി, ദൈവത്തോടുള്ള ഭക്തിയുടെ ഒരു അടയാളമായി നമ്മുടെ ഹൃദയത്തോട് നമുക്ക് സ്വീകരിക്കുമ്പോൾ ദൈവമായ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മെ കൂടുതൽ കൂടുതൽ പഠനത്തിൽ വിജയമുള്ളവരാക്കി തീർക്കുവാൻ സഹായിക്കും. സങ്കീർത്തനം 37:30 പറയുകയാണ്. സങ്കീർത്തനം 37:30 പറയുന്നു, നീതിമാന്റെ അധരങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, അവൻ്റെ നാവിൽ നിന്ന് നീതി ഉതിരുന്നു. അതായത് നിയമങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനെയാണ് നീതിമാൻ എന്ന് പറയുക. അപ്രകാരം ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് ദൈവമായ കർത്താവ് ജ്ഞാനത്തെ കൊണ്ടുവരികയാണ്. അവൻ്റെ നാവിൽ നീതി ഉരുവിടുവാൻ തക്കവണ്ണം, അതായത് ദൈവം വചനം ഉരുവിടുവാൻ തക്കവണ്ണം ഇടയാക്കുമ്പോൾ അവൻ പഠിക്കുന്നതെല്ലാം അവൻ്റെ ബുദ്ധിയിൽ ഗ്രഹിക്കാനും അവൻ്റെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കാനും അത് പരീക്ഷ സമയങ്ങളിൽ നന്നായിട്ട് എഴുതാനും സാധിക്കുകയാണ്. അതായത് സങ്കീർത്തനം 27:31 പറയുകയാണ്, ദൈവത്തിൻ്റെ നിയമം അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നു, അവൻ്റെ കാലടികൾ വഴുതുന്നില്ല. അതായത് ദൈവത്തിൻ്റെ നിയമം മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് കുടികൊള്ളുക. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് നമുക്ക് 1-ാം സ്ഥാനം കൊടുക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് നാം പഠിക്കുന്ന പുസ്തകങ്ങളെല്ലാം നന്നായി പഠിക്കാൻ പരിശ്രമിക്കുക എന്ന് പറയുമ്പോൾ പല പുസ്തകങ്ങളോട് നമുക്ക് വെറുപ്പാണ്, പല വിഷയങ്ങളോട് നമുക്ക് വെറുപ്പാണ്, പല അധ്യാപകരോട് നമുക്ക് വെറുപ്പാണ്. ഒരിക്കൽ ഒരു മകൻ അവൻ ചില പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോവുകയാണ്. അവൻ്റെ അധ്യാപകർ അവൻ്റെ മാതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകൻ കുറച്ചും കൂടി ശ്രദ്ധിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അപ്രകാരം പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ്, ടീച്ചറിൻ്റെ ക്ലാസ് മകന് വളരെ വെറുപ്പാണ്. കാരണം ടീച്ചറിനോട് ഇഷ്ടമല്ല. ടീച്ചറിനോട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയവും ഇഷ്ടമല്ല. അതുകൊണ്ട് ആ വിഷയം പഠിക്കാൻ പരിശ്രമിക്കുന്നില്ല. അത് ദിവസങ്ങൾ കഴിയുന്തോറും പഠനത്തിൽ പരാജയം, ആ വിഷയത്തിൽ പരാജയം വന്നു പോവുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില ചിന്തകളും ചില ധാരണകളും ചില തീരുമാനങ്ങളും നമ്മുടെ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്.
അധ്യാപകർ നമ്മെ എപ്പോഴും നന്നായിട്ട് കെയർ ചെയ്യുന്ന അധ്യാപകരുടെ വിഷയങ്ങൾ നന്നായി പഠിക്കുക. നമ്മെ ശകാരിക്കുന്ന, ശാസിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്നതിന് വിപരീതമായി പെരുമാറുന്ന അധ്യാപകരെ നാം മനസ്സുകൊണ്ട് വെറുക്കുകയും അവരുടെ വിഷയത്തെ പഠിക്കാൻ നാം താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയ കുഞ്ഞുങ്ങളെ, നഷ്ടം അധ്യാപകർക്കല്ല, നമുക്കാണ്. നാമാണ് ആ വിഷയത്തിൽ പരാജയപ്പെടുക. അപ്പം നമ്മുടെ മനോഭാവം, ടീച്ചറിനോടുള്ള നമ്മുടെ പഠന വിഷയങ്ങളോടുള്ള നമ്മുടെ മനോഭാവം നമ്മുടെ പരാജയത്തിൻ്റെ ഒരു കാരണമാണ്. ഇനി മൂന്നാമതായിട്ട്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില രോഗങ്ങൾ പഠനത്തിൽ നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ പഠനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ അത് നമ്മെ വല്ലാതെ തടസ്സപ്പെടുത്താറുണ്ട്. അപ്പോൾ ശാരീരികമായ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ വചനം ഓർക്കുക. നീ രോഗിയാകുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവൻ നിന്നെ സൗഖ്യപ്പെടുത്തും. ചുരുക്കി പറഞ്ഞാൽ, നമുക്കൊരു വ്യക്തിയോട് മനസ്സുകൊണ്ട് അകൽച്ചയുണ്ടാകുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാകുമ്പോൾ, നമ്മുടെ പഠനത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ, നാം പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കാൻ പറ്റാതെ ഇരിക്കുമ്പോഴെല്ലാം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹായം തേടിയാൽ തമ്പുരാൻ കർത്താവ് നമ്മെ സഹായിക്കും. നമുക്ക് നമ്മുടെ പരീക്ഷകളിലെ അതിജീവിക്കാനായിട്ട് ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒരുങ്ങേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ നാം ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ പഠനത്തിൽ നാം പരാജയപ്പെടും. ആകയാൽ പഠനത്തിൽ ധാരാളമായി ഭയപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തമ്പുരാൻ കർത്താവിൻ്റെ മുൻപിൽ നന്നായി പ്രാർത്ഥിക്കുകയും തമ്പുരാൻ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നല്ല ഒരു വിശുദ്ധ കുമ്പസാരം നടത്തി വൈദികനോട് തൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തൻ്റെ ആത്മാവിൻ്റെയും അവസ്ഥകളെ തുറന്നു പറഞ്ഞ് ഒരു പ്രാർത്ഥന സ്വീകരിച്ച് തുടങ്ങുക. തമ്പുരാൻ കർത്താവ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. നമ്മുടെ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവാണ്, സൈന്യങ്ങളുടെ കർത്താവെന്നാണ് അവിടുത്തെ നാമമെന്നല്ലേ നാം കേട്ടിട്ടുള്ളത്. നമ്മെ ശക്തനാക്കുന്നത് നമ്മുടെ തമ്പുരാനാണ്. നമ്മെ ശക്തനാക്കുന്ന നമ്മുടെ തമ്പുരാൻ മുഖേന നാം സകല പരീക്ഷകളിലും വിജയം നേടുവാൻ കഴിവുള്ളവരാണ് എന്ന കുറച്ച് വിശ്വാസത്തോടു കൂടി നമുക്ക് നമ്മുടെ പഠനങ്ങളെ സമീപിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുകയും ചെയ്യുന്നു. പാടും ഞാനേ
പരിശുദ്ധ പരമാധിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുനാഥന്റെ പാദത്തിങ്കൽ ഇനി എന്നാളും ഈ
പ്രാർത്ഥിക്കുവോളം നിങ്ങളിവിടെ ഇരിക്കുവിൻ. ഈശോ പത്രോസിനെയും യാക്കോബ്, യോഹന്നാൻ ഇവരെയും കൂടെ കൊണ്ടുപോയി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുവിൻ. സ്നേഹനാഥനായ ഈശോയെ, അങ്ങയോടൊത്ത് ഉണർന്നിരിക്കുവാൻ അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോയതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ഈ സമയം അങ്ങയോട് കൂടെ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ വിളിച്ചു കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും ഹൃദയത്തെയും മുഴുവനായും കർത്താവിൻ്റെ സാന്നിധ്യ അവബോധത്താൽ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടേതായ എല്ലാ വ്യഗ്രതകളും മറന്ന് ഞങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കി അവിടുത്തെ സ്നേഹം അനുഭവിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി എളിമയുള്ള വിനയമുള്ള ഒരു ഹൃദയം ഞങ്ങളെ രൂപപ്പെടുത്തണമേ എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കണമേ. ഞങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കി ആ ശൂന്യതയെ അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ആ സ്നേഹത്താൽ നിറഞ്ഞ് നമുക്ക് വേദനിക്കുന്നവരിലേക്ക്, അവിടുത്തെ അറിയാത്തവരിലേക്ക്, മാനസാന്തരം ആവശ്യമായിരിക്കുന്നവരിലേക്ക് എല്ലാം ഈ ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നുകൊണ്ട് ഈശോയുടെ സ്നേഹം അറിയിക്കാം. നിന്നോടൊപ്പം
മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവെച്ചു. മാറോടെന്നെ ചേർത്തണച്ചു. എന്തൊരാനന്ദം! ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു ദിവ്യസ്നേഹം നിറഞ്ഞ തന്നോടനായി എന്നും യേശുവേ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളും പ്രയാസങ്ങളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ ഞങ്ങളിൽ അനുഭവപ്പെടുന്ന വേദനയെ അതിജീവിക്കുവാൻ ശക്തി തരണമേ. നമ്മുടെ കർത്താവിൻ്റെ ശൂന്യമായ കല്ലറയെങ്കിൽ കണ്ണീർ വാർത്തുകൊണ്ട് നിന്ന നല്ല മറിയത്തെ നമുക്ക് മാതൃകയാക്കാം. ഈശോ പ്രത്യേകമായ വിധം തെരഞ്ഞെടുത്ത് 3 വർഷം കൂടെ കൊണ്ടു നടന്ന് പരിശീലനം നൽകിയ ശിഷ്യന്മാർക്കല്ല, പരിശുപാപിനിയായ മഗ്ദലന മറിയത്തിനാണ് ഉയർത്തെഴുന്നേറ്റ ഈശോയെ ആദ്യം കാണാൻ ഭാഗ്യം ലഭിച്ചത്. നമുക്കും ആ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പത്രോസും യോഹന്നാനും കല്ലറയ്ക്ക് സമീപമെത്തി. അത് ശൂന്യമാണെന്ന് അവർ കണ്ടു, വിശ്വസിച്ചു. യേശുവിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ടായില്ല. പിന്നീട് ശിഷ്യർ തങ്ങളുടെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോയി എന്ന് നാം വായിക്കുന്നു. അവരുടെ ചിന്തകള് ദുഃഖവെള്ളിയാഴ്ച വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമുള്ള ഉയർപ്പിനെ കുറിച്ച് അവർക്ക് ബോധ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അതുവരെ അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്ന്. അതിനാൽ അവർ ദൈവത്തിന്റെ വഴി ഉപേക്ഷിച്ച് സ്വന്തം വീടുകളിലേക്ക് പോയി. ഈശോയെ, ഇത് തന്നെയാണല്ലോ ഞങ്ങൾക്കും സംഭവിക്കുക. കർത്താവിന്റെ വഴികളെ വിട്ട് സ്വന്തമായ വഴികളിലൂടെ പോകുമ്പോൾ ഉത്തിതനായ അങ്ങയെ കാണുവാൻ, അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. ഒരു ശൂന്യത ഞങ്ങളിലും അനുഭവപ്പെടുന്നു. എന്നാൽ മഗ്ദലന മറിയം താൻ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരെ ശരീരമെങ്കിലും കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചു. യോഹന്നാൻ 20:11 പറയുന്നു, മറിയം കുടീരത്തിന് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. തന്നെ നിലവിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് എന്നും സമീപസ്ഥനാണ്. ദാഹത്തോടെ അവിടുത്തെ പക്കൽ അണയുന്നവർക്ക് അവിടുന്ന് സ്വയം വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഈശോ അരുളി ചെയ്തത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അയാൾ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. യോഹന്നാൻ 7:37. യേശുവിന് വേണ്ടി യഥാർത്ഥത്തിൽ ദാഹിക്കാത്തപ്പോൾ നമുക്കും അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷികളായി മാറുവാൻ സാധിക്കുകയില്ല. ഈശോയെ, അങ്ങയുടെ ഉയർപ്പിൻ്റെ സാക്ഷികളാകുവാൻ, അവിടുത്തെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ ആഗ്രഹിക്കുന്നു. എന്നാൽ യഥാർത്ഥമായൊരു ദാഹം, അങ്ങയെ കാണണമെന്നുള്ള നിർബന്ധ ബുദ്ധി, അതിനാവശ്യമായ ക്ലേശങ്ങൾ സഹിക്കുവാനുള്ള സന്നദ്ധത, ഇവയ്ക്കൊന്നും ഈശോയെ ഞങ്ങൾ പലപ്പോഴും തയ്യാറാകുന്നില്ല. ഈശോയെ, അങ്ങയെ കാണുവാൻ ആഗ്രഹിച്ച മറിയം കരഞ്ഞുകൊണ്ട് നിൽക്കുക മാത്രമല്ല ചെയ്തത് എന്ന് യോഹന്നാൻ 20:11 പറയുന്നുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. അവർ കുനിഞ്ഞു നോക്കിയപ്പോൾ കല്ലറ ശൂന്യമല്ല. വെള്ളവസ്ത്രം ധരിച്ച 2 ദേവദൂതന്മാരെ അവർ കല്ലറയ്ക്കുള്ളിൽ കാണുന്നു. ഈശോയെ, ഞാനും സ്വയം താഴുവാൻ തയ്യാറായെങ്കിലേ, താഴ്മയുള്ളൊരു ഹൃദയമുണ്ടെങ്കിലേ എനിക്കും പ്രതാപവാനായ അവിടുത്തെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഈശോയെ, അവിടുത്തെ മുമ്പാകെ കുനിയുവാൻ, താഴുവാൻ തയ്യാറായെങ്കിലേ എന്നിലേക്ക് അവിടുത്തെ അനുഗ്രഹമാരി വർഷിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലൂക്ക 10:21 പറയുന്നു, എന്തെന്നാൽ അങ്ങ് ഇവ വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറിച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ മറിയത്തിൻ്റെ ഉദരത്തിലാണ് ഈശോ പിറന്നത്. താഴ്മയുള്ളവരിലെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എളിമ എന്ന പുണ്യം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
കല്ലറയിൽ ദൈവദൂതന്മാരെ കണ്ട മറിയം അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന അവരുടെ വാക്കുകളിൽ തൃപ്തി വരാതെ ഈശോയെ അന്വേഷിക്കുകയാണ്. യോഹന്നാൻ 20:14 പറയുന്നു, അവൾ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ഈശോ നിൽക്കുന്നത് കണ്ടു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് നോക്കിയാൽ അങ്ങ് കൈപിടിച്ച് നടത്തിയ അവിടുത്തെ അത്ഭുതകരമായ അതിശയകരമായ ദൈവപരിപാലനയെ ഞങ്ങൾ കാണുന്നു, മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളിലും വേദനകളിലും അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ കൈകളിൽ പിടിച്ചു നടത്തുകയായിരുന്നു. വലിയ തകർച്ചയിലൂടെ കടന്നുപോയ സങ്കീർത്തനയുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. സങ്കീർത്തനം 77. കഷ്ടതകളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവനും ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സ് തുടിക്കുകയും ചെയ്യുന്നു. കണ്ണു ചിമ്മാൻ അവിടെ തന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഢനിദ്രയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിലെ ചോദ്യം ഉയരുകയും ചെയ്യുന്നു, കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? സങ്കീർത്തകനെ പോലെ മനസ്സിടിഞ്ഞ വിചാരങ്ങളുള്ളപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല. അവിടെ തന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നിങ്ങനെയുള്ള ചിന്തകൾ ആത്മീയ അന്ധകാരത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുന്ന അവസരങ്ങൾ നമുക്കും ഉണ്ടാവാം. അപ്പോൾ സങ്കീർത്തകനെ പോലെ നമുക്കും കർത്താവിനോട് ഉണർത്തിക്കാം, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർമ്മിക്കും. പണ്ട് അങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും. ഞാൻ അങ്ങയുടെ എല്ലാ പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും. നമുക്ക് ഈ സമയം കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വർഷിച്ച നിരവധിയായ നന്മകളെ ഓർത്തുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന, സ്തോത്ര, മഹത്വം, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, നന്ദി, നന്ദി, ആരാധന, 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 ആരാധന. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ കുനിയുവാനും അതുവഴി അങ്ങയുടെ അത്ഭുതകരമായ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളിൽ അസ്വസ്ഥതപ്പെടാതെ അങ്ങയുടെ സമയത്തിനായി കാത്തിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പാപിനിയായ മഗ്ദലന മറിയത്തിന് സ്വയം വെളിപ്പെടുത്തി കൊടുത്ത ഈശോയെ, അങ്ങയുടെ മുമ്പിൽ കരഞ്ഞപേക്ഷിക്കുന്ന പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. മുമ്പോട്ടുള്ള വഴി കാണാതെ അന്ധകാരത്തിൽ ഞങ്ങൾ തപ്പിത്തടയുമ്പോൾ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ സഹായത്തിന് വരണമേ. പിന്തിരിഞ്ഞു നോക്കുവാനും അങ്ങയെ കാണുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വപൂർണനായ ഉയർത്തെഴുന്നേറ്റ ഈശോ ഇന്നപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നു. ആ ഈശോയെ നമുക്ക് നമ്മുടേതായ സ്നേഹ പ്രകരണങ്ങളിലൂടെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോ പറയുന്നു, ദൈവത്തിൽ വിശ്വസിക്കുക. ആരെങ്കിലും ഈ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും എന്ന് നമ്മോട് വാഗ്ദാനം ചെയ്ത ഈശോയോട് നമ്മുടെ സഹോദരങ്ങളുടെ ആവശ്യങ്ങളും വേദനകളും എല്ലാം അറിയിച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിശബ്ദരായിരുന്ന നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ, വ്യക്തിപരമായ നിയോഗങ്ങൾ കൂടാതെ ലോകം മുഴുവന് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.
സ്തുതിച്ചാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ? എത്ര പാടിയാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ? ഇതുവരെ നീ ചൊരിഞ്ഞ നന്മകളോർത്തു പോയാൽ ഇനി വരും നാളുകൾ മതി വരുമോ? എത്ര സ്തുതിച്ചാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ? എത്ര പാടിയാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ? ഏകുംദേദാനം നിൻ സ്നേഹപൂർവം ഇനിയൊരു സുദിനം വരുമോ എന്നറിയില്ല. സ്വസ്തി 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 ഒരായിരം സ്വസ്തി. കാലം ഏകിയ മുറിവുകൾ നിൻ കാറ്റേറ്റു വാടിക്കരിഞ്ഞുവല്ലോ. കാറ്റും കോളുമായി ജീവിതം ആടി വീഴും നേരം നീ താങ്ങിയല്ലോ. ഈ സ്നേഹസുദിനം സൗഭാഗ്യമല്ലോ. ഈ സ്നേഹതീരം ആശ്വാസമല്ലോ. നന്ദി ചൊല്ലുന്നിതാ. ഏകുംദേദാനം നിൻ സ്നേഹപൂർവം ഇനിയൊരു സുദിനം വരുമോ എന്നറിയില്ല. സ്വസ്തി 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 ഒരായിരം സ്വസ്തി. സർവം സമർപ്പിച്ച ത്യാഗമേ നിന്റെ സ്വർഗീയ ദാനങ്ങൾ വർണ്ണ്യമല്ലോ. പ്രിയമാർന്ന മക്കൾക്കു ജീവനേകാൻ നിൻ കരുണാർദ്ര ജീവനെ നൽകിയല്ലോ. ഈ സ്നേഹദാനം സൗഭാഗ്യമല്ലോ. ഈ സ്നേഹഗീതം ആശ്വാസമല്ലോ. നന്ദി ചൊല്ലുന്നിതാ. എത്ര സ്തുതിച്ചാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ? എത്ര പാടിയാലും നാഥ തീരുമോ നിന്ദാനങ്ങൾ? ഇതുവരെ നീ ചൊരിഞ്ഞ നന്മകളോർത്തു പോയാൽ ഇനി വരും നാളുകൾ മതി വരുമോ? ഏകുംദേദാനം നിൻ സ്നേഹപൂർവം ഇനിയൊരു സുദിനം വരുമോ എന്നറിയില്ല. സ്വസ്തി 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 ഒരായിരം സ്വസ്തി. സ്വർഗത്തിൽ നിന്നാ
നൽകുമറപ്പന്നി മത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്തന്നി നിത്യമഹോന്നതമത്തന്നി മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമറപ്പന്നി മത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്തന്നി നിത്യമഹോന്നതമത്തന്നി പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ ദൈവനാമം വാഴ്ത്തിടുവിൻ ദൈവവും മനുജനുമാ നിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ നിശിഹാദൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ പീഠത്തിൽ വാളരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ രക്ഷകനാ മിശിഹാദം ദിവ്യമിടം വാഴ്ത്തിടുവിൻ പരനിരയാലൊഴിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ സ്വർഗാരോപിതമാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ നന്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ.